നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റോക്ക് ബ്രോക്കേഴ്സിലൊന്നായ അപ്സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ നമുക്ക് സൗജന്യമായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ അപ്സ്റ്റോക്സിൽ ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും 100% നിങ്ങൾക്ക് 5 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്സ്റ്റോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 40 ലക്ഷത്തിലധികം ആക്റ്റീവ് ക്ലയൻസ് ഇപ്പം അപ്സ്റ്റോക്സിലുണ്ട്. അവർ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നല്ല കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, നല്ല ചാർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നു. IPO അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അപ്സ്റ്റോക്സിൽ ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഏറ്റവും പുതിയ സ്റ്റെപ്സ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് സൗജന്യമായിട്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. ഇപ്പോൾ നമ്മൾ അപ്സ്റ്റോക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പം ഒരു 6 ഡിജിറ്റ് പിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 6 ഡിജിറ്റ് പിൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒരു പിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. കാരണം നിങ്ങൾ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഈ പിന്ന് ആവശ്യമുണ്ട്. അപ്പം അത് എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ ആ പിന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഇമെയിൽ അഡ്രസ്സ് ആണോ ഇവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു OTP ഇമെയിൽ ID വരുന്നതിന് വേണ്ടിയും ഇമെയിൽ ID വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയും ഗെറ്റ് OTP എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID ഉടനെ തന്നെ ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പം നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഇവർ പറയുന്നുണ്ട്. പാൻ കാർഡ്, ആധാർ കാർഡ്. അപ്പോൾ ഈ 2 ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ 2 ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ എടുത്ത് വെക്കുക. അപ്പം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഈ കോളത്തിൽ പാൻ എന്ന കോളത്തിൽ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളിടത്ത് നിങ്ങളുടെ പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഈ കലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ മെയിൽ ആണെങ്കിൽ മെയിൽ, ജെൻഡർ മെയിൽ, ഫീമെയിൽ, അതുപോലെ തന്നെ നിങ്ങൾ മരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ, മാരീഡ്. അപ്പോൾ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ആനുവൽ ഇൻകം ചോദിക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഏതാണോ അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് തുടക്കക്കാരനാണെങ്കിൽ >1 ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം, അച്ഛൻ്റെ പേര്, പാൻ കാർഡിൽ എന്താണോ അച്ഛൻ്റെ പേര് അതിവിടെ ഈ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി, ഫ്യൂച്ചർ, ഓപ്ഷൻ, കറൻസി ഈ സെഗ്മെൻറ്റും കൂടെ ആക്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ S സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ S തന്നെ സെലക്ട് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അതുപോലെ തന്നെ ആർ യു പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ഓർ നോട്ട്. അപ്പം ഇതും S, നിങ്ങൾ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആണെങ്കിൽ S സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം ടാക്സ് ഡിക്ലറേഷൻ. ഇപ്പോൾ ഈ 2 ചെക്ക് ബോക്സും ഇൻസ്ട്രക്ഷൻ വായിച്ചതിന് ശേഷം ഈ 2 ചെക്ക് ബോക്സും സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ വാണ്ട് എ സ്റ്റോക്ക് ഫോർ ₹0 എന്നത് സെലക്ട് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൈവിരൽ ഉപയോഗിച്ച് തന്നെ ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ ഡിജിറ്റൽ അക്കൗണ്ടുമായിട്ട്, അതായത് നിങ്ങളുടെ ഡിജിറ്റൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കണക്റ്റ് നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പം ആധാർ കാർഡ് നമ്പർ ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പം ആധാർ കാർഡ് നമ്പർ ഈ ഒരു ബോക്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പം ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക്, ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ OTP എല്ലാം വരാൻ എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡും അതുപോലെ തന്നെ പാൻ കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുക. അത് അക്ഷയ കേന്ദ്രത്തിൽ പോയി നിങ്ങൾ ലിങ്ക് ചെയ്യിപ്പിക്കുക. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അതിനുശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അതിനുശേഷം അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ. അപ്പം നിങ്ങൾ ഇനി നിങ്ങളുടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ക്യാമറയുടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ക്യാമറ ആക്സസ് ചെയ്യുന്നതിന് അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പം ഇവരിവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ സെൽഫി എടുക്കുമ്പോഴത്തേനും നിങ്ങൾ ക്യാമറയ്ക്ക് നേരെ നോക്കണം, ഫ്രണ്ട് ക്യാമറയ്ക്ക് നേരെ നോക്കണം, ലുക്ക് സ്ട്രെയിറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ തൊപ്പി, അതുപോലെ തന്നെ സൺഗ്ലാസ്, ഈ രണ്ട് കാര്യങ്ങളും ഉപയോഗിക്കരുത്. കൃത്യമായിട്ട് വ്യക്തമായിട്ട് അതിന് നേരെ നോക്കി ഒരു വെളിച്ചമുള്ളിടത്ത് തന്നെ വെച്ച് നിങ്ങൾ ഒരു സെൽഫി എടുക്കുക. അപ്പം ഇത് ഗോട്ട് ഇറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഈ മെസ്സേജ് ഇവിടെ നിന്ന് നീങ്ങുന്നതായിരിക്കും. അതിനുശേഷം ക്യാമറ ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേന് ഇവിടെ ക്യാപ്ചർ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ സെൽഫി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇനി നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ കൊടുക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് അക്കൗണ്ടാണോ നിങ്ങൾ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് അപ്സ്റ്റോക്സിലേക്ക് പൈസ ഇടാനോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യാനോ തിരിച്ച് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാനോ അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു അക്കൗണ്ട് വേണം. ആ അക്കൗണ്ടാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് വേണമെങ്കിലും, സേവിങ്സ് ആണെങ്കിലും കറൻറ്റ് അക്കൗണ്ട് ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ അക്കൗണ്ട് ഹോൾഡറിൻ്റെ നെയിം, IFSC, ബാങ്കിൻ്റെ IFSC കോഡ്, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ, ഈ കാര്യങ്ങൾ, അതുപോലെ തന്നെ അക്കൗണ്ട് ടൈപ്സ്. ഇവിടെ സേവിങ്സ് ആണ്, സേവിങ്സ് സെലക്ട് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പം അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താണ് നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രൊസീജിയർ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. സൈൻ അപ്പ് ഫോർ ഫ്രീ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് യൂട്ടിലൈസ് ചെയ്യുക. അപ്പം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫ്യൂച്ചർ ഓപ്ഷൻ കറൻസി കമ്മോഡിറ്റി സെഗ്മെൻറ്റും കൂടെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ യെസ് ആക്ടിവേറ്റ് ദിസ് സെഗ്മെൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു ഇൻകം പ്രൂഫ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒന്നുകിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്ങിൽ പോയിട്ട് ഏത് ബാങ്കാണോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ സാലറി സ്ലിപ്പ്, അതൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏത് ടൈപ്പാണോ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ സെഗ്മെൻറ്റ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നോ ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻകം പ്രൂഫിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് യെസ് ആക്ടിവേറ്റ് ദിസ് സെഗ്മെൻറ്റ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സെലക്ട് ഇൻകം പ്രൂഫ് എന്നുള്ളടത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. 6 മാസത്തെ പേ സ്ലിപ്പ് അല്ല, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം അതിനുശേഷം അവിടെ ഞാൻ നെറ്റ് ബാങ്കിൽ പോയി എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തു PDF ആയിട്ട്. അതിനുശേഷം ടാപ്പ് ടു അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഞാനിവിടെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ പേര്, അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ പേര്, ആ പേര് അതുപോലെ തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പം ഇവിടെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് നോമിനി ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പോൾ നോമിനി ആഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നോമിനിയുടെ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് ആഡ് നോമിനി സെലക്ട് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും നിങ്ങൾ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ പൂരിപ്പിച്ചിട്ടുണ്ട്. ഇനി അതൊരു ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി സൈൻ വിത്ത് ആധാർ OTP എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ നൗ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ടു സൈൻ. അപ്പോൾ ഈ 2 ചെക്ക് ബോക്സും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു സൈൻ എന്ന് കൊടുക്കുക. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ ഫില്ല് ചെയ്ത ഫോംസ് ഫുള്ള് ഇവിടെ കാണാൻ സാധിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം സൈൻ നൗ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പം ഇവിടെ നിങ്ങൾ NSDLൻ്റെ ഈ ഒരു ചെക്ക് ബോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. NSDLൻ്റെ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ആധാർ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് സെൻഡ് OTP എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അവർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ടൈം എന്ന് പറഞ്ഞാൽ 3 ദിവസമാണ് നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം ആക്ടിവേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. പക്ഷേ നമുക്ക് ഏകദേശം ഒന്നല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഈ അക്കൗണ്ട് ഇവർ ചെക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ഇമെയിൽ IDയിലേക്ക് നമുക്ക് യൂസർ നെയിമും പാസ്വേഡും അയച്ചു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആ ഇമെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇമെയിൽ ആയിരിക്കും വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ യൂസർ നെയിം, അതുപോലെ തന്നെ ലോഗിൻ പാസ്വേഡ് എന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് അപ്സ്റ്റോക്സിൻ്റെ പുതിയ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ വന്ന യൂസർ നെയിം, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത ഒരു 6 ഡിജിറ്റ് പിന്ന്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തായിട്ട് എമൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ
നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതുപോലെ തന്നെ ബാക്കിയുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് IPOs ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഏറ്റവും പുതിയ മെത്തേഡാണ്, ഏറ്റവും പുതിയ സ്റ്റെപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുന്നതിനും എപ്പോഴും രണ്ട് അക്കൗണ്ട്സാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം അപ്സ്റ്റോക്സ്, സെറോദ ഈ രണ്ട് ബ്രോക്കേഴ്സാണ് ഏറ്റവും ആക്റ്റീവ് ക്ലയൻസ് ഉള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബ്രോക്കേഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.